UK സോണിൻ്റെ കൊമേഴ്സ് ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അക്കൗണ്ടിംഗ് ഫോർ പാർട്ട്ണർഷിപ്പ് എന്ന വിഭാഗത്തിലെ ക്യാപിറ്റൽ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 10 ജേണൽ എൻട്രികളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി രേഖപ്പെടുത്തും. ഇപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. ഫ്ലക്ച്വേറ്റ് മെത്തേഡിലെ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് ക്യാപിറ്റൽ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുള്ള ജേണൽ എൻട്രികളാണ് പറയാൻ പോകുന്നത്. 10 ജേണൽ എൻട്രിയാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് മുഴുവനായിട്ടും കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ജേണൽ എൻട്രി ക്ലിയർ ആവുന്നതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ഓക്കെ, നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് വരക്കുമ്പോൾ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് വരക്കുന്ന സമയത്ത് എന്താണ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിനകത്ത് എഴുതുന്ന നമ്മൾ ആദ്യം എഴുതുന്നതാണ് ബാങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രഷ് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്നാണ് ഫ്രഷ് ക്യാപിറ്റൽ. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് എഴുതും, ബാലൻസ് ബ്രോഡ് എന്ന് പറഞ്ഞിട്ട് എഴുതും. ഇനി ഫ്രഷ് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും എഴുതുക, ബാങ്ക് അല്ലെങ്കിൽ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് എഴുതില്ലേ. ഓക്കെ, ബാങ്ക് ഓർ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ഏത് സൈഡിലാണ് എഴുതുക, ഓക്കെ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതുക. ഇപ്പോൾ ബാങ്ക് ഓർ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. ഇതിൻ്റെ ജേണൽ എൻട്രി എന്തായിരിക്കും? ഇപ്പോൾ സപ്പോസ് ഞാൻ ഒരു മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ എന്താണ് ഫ്രഷ് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രി എന്താണ്? ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്നൊക്കെ വായിച്ചെടുക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ജേണൽ എൻട്രി എഴുതുമ്പോൾ നിങ്ങൾക്ക് തന്നെ എഴുതാവുന്നതാണ്. ഓക്കെ, സോ സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്കാണത്. അപ്പോൾ ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ടു അതാണ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, നമ്മൾ ഒരു ജേണൽ എൻട്രി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ജേണൽ എൻട്രിയാണ് പറയുന്നത്. ഇനി ഇവിടെ പറഞ്ഞ ക്യാഷ് ഓർ ബാങ്ക് ഫ്രഷ് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ക്യാഷ് ഓർ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ക്യാഷ് കൊണ്ടുവരുമ്പോഴാണ് നമ്മൾ ഈ ജേണൽ എൻട്രി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി ഈ ക്യാഷിന് പകരം എന്താണ് എന്തെങ്കിലും അസറ്റ് കൊണ്ടുവിടുന്നു. അസറ്റ് ബ്രോട്ടൺ എന്ന് പറഞ്ഞാൽ ഫർണിച്ചർ, മെഷീനറി ഇങ്ങനെയുള്ള എന്തെങ്കിലും അസറ്റ് ആണെങ്കിൽ നമ്മൾ ഈ അസറ്റിൻ്റെ വാല്യൂ നമ്മൾ ഈ ക്രെഡിറ്റ് സൈഡിൽ എഴുതില്ലേ. ഓക്കെ, അപ്പോൾ ഈ അസറ്റിൻ്റെ വാല്യൂ ക്രെഡിറ്റ് സൈഡിൽ എഴുതുമ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി നമ്മൾ എഴുതുന്നത് എങ്ങനെയായിരിക്കും? അസറ്റ് അക്കൗണ്ട് ഡെറ്റ് ടു ഇതാണ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അസറ്റ് അക്കൗണ്ട് ഡെറ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, നമ്മൾ രണ്ടാമത്തെ ജേണൽ എൻട്രി നമ്മൾ പറഞ്ഞു. ഇപ്പോൾ അസറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഇപ്പം ഫർണിച്ചർ ആണെങ്കിൽ ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റ്, മെഷീനറി ആണെങ്കിൽ മെഷീനറി അക്കൗണ്ട് ഡെറ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, ഇനി അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരുന്നു. അഡീഷണൽ ക്യാപിറ്റലിൽ ചിലപ്പോൾ എന്താണ് ഈ അതിൻ്റെ ഇടയിലൊക്കെ എന്താണ് അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരാം. അപ്പോൾ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരുന്ന സമയത്തുള്ള ജേണൽ എൻട്രി എന്തായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാധാരണ ക്യാപിറ്റൽ കൊണ്ടുവരും, ഫ്രഷ് ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ ജേണൽ എന്താണ് ക്യാഷ് ഓർ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് എഴുതില്ലേ, ക്യാഷ് ഓർ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് എഴുതും. അത് തന്നെയാണ് എന്ത് അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോഴുള്ളതെന്ന് പറഞ്ഞാൽ. അപ്പോൾ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരും നമ്മൾ ക്രെഡിറ്റ് സൈഡിനകത്ത് ക്യാഷ് ഓർ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് എഴുതും. ഇതിൻ്റെ ജേണൽ എൻട്രി എന്ന് പറഞ്ഞാൽ ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, നമ്മൾ 3 ജേണൽ എൻട്രിയാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് 3 ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നാലാമത്തെയാണ് പറയാൻ പോകുന്നത്. നെക്സ്റ്റ്, ഈ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റലിന് മുകളിലുള്ള ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഇൻട്രസ്റ്റ് എന്താണ് എൻഡിനകത്ത് എന്താണ് ആബ്സെൻസ് ആണെങ്കിൽ എന്തില്ല, ഇൻട്രസ്റ്റ് ഇല്ല. അല്ലെങ്കിൽ റേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റേറ്റിനകത്ത് ഇൻട്രസ്റ്റ് കൊടുക്കും. ഇപ്പോൾ അഡീഷണൽ ക്യാപിറ്റലൊക്കെ ഉണ്ടെങ്കിൽ അഡീഷണൽ ക്യാപിറ്റൽ കൂടി കൺസിഡർ ചെയ്തിട്ടായിരിക്കും എന്ത് കൊടുക്കുന്നത്, ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റിന് ക്യാപിറ്റൽ ആണെങ്കിൽ ആ ഇൻട്രസ്റ്റിന് ക്യാപിറ്റൽ ഈ സൈഡിൽ വരിക, ക്രെഡിറ്റ് സൈഡിലാണ് വരിക. നമുക്ക് 5ാമത്തെ ക്ലാസ്സിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റിന് ക്യാപിറ്റലിൻ്റെ ഇതിൻ്റെ ജേണൽ എന്തായിരിക്കും? ഇൻട്രസ്റ്റ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇൻട്രസ്റ്റ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ നമ്മൾ 4 ജേണൽ എൻട്രിയാണ് നമ്മളിപ്പം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിനകത്ത് വരുന്ന മറ്റൊരു ഐറ്റമാണ് സാലറി എന്നുള്ളത്. ഇപ്പോൾ സാലറി ഡീഡിനകത്ത് ഉണ്ടെങ്കിൽ സാലറി ഉണ്ടോ? ഡീഡിനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാലറി ഉണ്ടാകും, ഇല്ല എങ്കിൽ എന്തില്ല, സാലറി ഇല്ല. അതാണ് അതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ. ഇനി സാലറി എവിടെ സൈഡിലാണ് വരിക? ക്രെഡിറ്റ് സൈഡിലാണ് എഴുതുന്നത്. ക്യാപിറ്റൽ അക്കൗണ്ടുമായിട്ട് എന്താണ് കൂടുന്നതാണ്. അപ്പോൾ സാലറി നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ജേണൽ എന്താണ്? സാലറി അക്കൗണ്ട് വെച്ചിട്ട് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇപ്പോൾ ABC എന്ന് പറഞ്ഞ് 3 പാർട്ട്ണറുണ്ട്. എക്ക് മാത്രമേ സാലറി ഉള്ളതെങ്കിൽ ഈ എക്ക് മാത്രമേ ഈ ജേണൽ വരുള്ളൂ. സാലറി അക്കൗണ്ട് വെച്ചിട്ട് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം പറയുന്നത് സാലറി പോലെ തന്നെയുള്ള മറ്റൊരു കാര്യമാണ് കമ്മീഷൻ എന്നുള്ളത്. ഈ കമ്മീഷൻ ഇതുപോലെ തന്നെയാണ്. സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു പാർട്ട്ണറിന് കമ്മീഷൻ ഉണ്ട് എങ്കിൽ മാത്രമേ എന്തുള്ളൂ കമ്മീഷൻ്റെ വാല്യൂ നമ്മൾ ആ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, കമ്മീഷൻ ഏത് സൈഡിലാണ് വരിക? ക്രെഡിറ്റ് സൈഡിലാണ് വരിക. അപ്പോൾ ഇതിൻ്റെ ജേണൽ എൻട്രി എന്തായിരിക്കും? സാലറി എന്താണ് ജേണൽ എൻട്രി. അപ്പോൾ അതുപോലെ തന്നെയാണ് എന്ത് കമ്മീഷൻ എന്നുള്ളത്. കമ്മീഷൻ അക്കൗണ്ട് ഡെറ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ഏത് പാർട്ട്ണറിനാണോ കമ്മീഷൻ ഉള്ളത് ആ പാർട്ട്ണറിൻ്റെ അക്കൗണ്ടിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യേണ്ടൂ, ക്രെഡിറ്റ് സൈഡ് നമ്മൾ എഴുതേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്? പ്രോഫിറ്റ് ബന്ധപ്പെട്ടുള്ള ഒരു ഭാഗമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണിത്. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഉണ്ട്, ഷെയർ ഓഫ് ലോസും ഉണ്ട്.
ഓക്കെ, നമ്മളിവിടെ എഴുതുന്നത് എങ്ങനെയാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എഴുതുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതുന്നത് ഷെയർ ഓഫ് പ്രോഫിറ്റ് ആണ് നമ്മളിവിടെ എഴുതുന്നത്, ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നത്. ശ്രദ്ധിക്കുക, ഷെയർ ഓഫ് പ്രോഫിറ്റ് ആണ് നമ്മളിവിടെ എഴുതുന്നത്. പ്രോഫിറ്റാണെന്ന് ക്യാപിറ്റൽ അക്കൗണ്ടുമായിട്ട് കൂടുന്നത്. ഓക്കെ, അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ പ്രോഫിറ്റ് എഴുതുന്നത്. അപ്പോൾ ഈ ഷെയർ ഓഫ് പ്രോഫിറ്റിൻ്റെ ജേണൽ ഉണ്ട്, പലപ്പോഴും ചോദിക്കുന്നതാണ്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഷെയർ ഓഫ് പ്രോഫിറ്റ് എഴുതുന്ന ജേണൽ എൻട്രി എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം ഇനി പറയാൻ പോകുന്നത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിനകത്തുള്ള ഐറ്റവും അതുമായി ബന്ധപ്പെട്ട ജേണൽ എൻട്രിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ആകെ 2-3 ഐറ്റമേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഒന്ന് എന്താണ്? ഡ്രോയിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ, ഡ്രോയിങ്സ് ആണ്. ഇപ്പം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡിലുള്ള ക്യാപിറ്റൽ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുള്ള ജേണൽ എൻട്രിയാണ്. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഡ്രോയിങ്സ് ആണ് വരുന്നത്. ഇപ്പോൾ ഡ്രോയിങ്സ് അതെന്തായിരിക്കും? ഒന്നുകിൽ ക്യാഷ് കൈൻഡ് എന്നൊക്കെ ഇതിൽ വരും. ഇപ്പോൾ ഡ്രോയിങ്സ് ആണെങ്കിൽ ഇതിൻ്റെ ജേണൽ എൻട്രി എന്തായിരിക്കും? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നിങ്ങൾ ഓർമ്മിച്ചാൽ മതി. നമ്മുടെ നേരത്തെ ഇവിടെയുള്ള ഐറ്റം എന്ന് പറയുമ്പോൾ നമ്മൾ ജേണൽ എൻട്രി പറഞ്ഞിട്ടുള്ളത്. ഇത് നമ്മൾ പറയുമ്പോൾ ഇങ്ങനെ പറയാം. ഓക്കെ, നമുക്കിങ്ങനെ ഒരു റൗണ്ടർ ഷേപ്പിൽ നിങ്ങൾക്ക് ഓർമ്മിച്ചാൽ മതി. ഇപ്പോൾ ഇവിടെ നിന്നാണ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റ് ടു ഡ്രോയിങ്സ് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റ് ടു ഡ്രോയിങ്സ് അക്കൗണ്ട്. ഡ്രോയിങ്സ് ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ടാകും, ആ ഡ്രോയിങ്സാണ് നമ്മളിവിടെ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ അതിൻ്റെ എമൗണ്ട് വേരിയേഷൻ ഉണ്ടാകും. ചിലപ്പോൾ എയും ബി ഉണ്ടെങ്കിൽ എ 100 രൂപ, ബി ചിലപ്പോൾ ഡ്രോയിങ്സ് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ക്വസ്റ്റിനകത്ത് ഉണ്ടാകും. അത് നിങ്ങൾക്ക് എഴുതി വെക്കുകയും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഡ്രോയിങ്സ് ഉള്ള ഭാഗം ഇവിടെ ക്ലിയറായി. ഇനി അടുത്താണ് പറയാൻ പോകുന്നത്. ഈ ഡ്രോയിങ്സിൻ്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ് ആണ് നെക്സ്റ്റ് ഉള്ളത്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എവിടെയാണ് വരിക? പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഏത് സൈഡിലേക്കും വരിക? ഡെബിറ്റ് സൈഡിലാണ് വരിക. ഓക്കെ, ഡ്രോയിങ്സിന് താഴെ വരും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ മുകളിലാണ് റേറ്റ് പറഞ്ഞിട്ടുണ്ടാകും. ആ റേറ്റിന് മുകളിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള എമൗണ്ട് പറഞ്ഞിട്ടുണ്ടാകും. അതെങ്ങനെയാണെങ്കിലും അതുപോലെ ക്വസ്റ്റിനകത്ത് നോക്കിയിട്ട് എഴുതുന്നേ ഉള്ളൂ. ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ട് വെച്ചിട്ട് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ് വേണ്ട ജേണൽ എൻട്രി എന്ന് ഓർമ്മിക്കുക. ഓക്കെ, ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റ് ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇനി അടുത്താണ് ഷെയർ ഓഫ് പ്രോഫിറ്റ് മാത്രമായിരിക്കും ഒരു പാർട്ട്ണർഷിപ്പിലുണ്ട്. ചിലപ്പോൾ ലോസ് ഉണ്ടാവില്ല. ഈ ലോസും പാർട്ട്നേഴ്സിൽ നിന്നാണ് ബിയർ ചെയ്യേണ്ടതല്ലേ. അപ്പോൾ എന്താണ് ഇവിടെ ലോസ് ആണെങ്കിൽ എന്തായിരിക്കും? പ്രോഫിറ്റ് ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്താണ് ക്രെഡിറ്റ് സൈഡിൽ എഴുതുമെന്നുള്ളത്. ഇനി ലോസ് ആണ് എങ്കിൽ അത് നമ്മൾ എവിടേക്കും എഴുതുന്നത്? ഡെബിറ്റ് സൈഡിലേക്ക് എഴുതുന്നത്. എന്തുകൊണ്ടാണ് എഴുതുക? നമ്മൾ പ്രോഫിറ്റ് എങ്ങനെയാണ് എഴുതിയത്? പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് മറ്റാണ്. പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്താണ്? ഷെയർ ഓഫ് ലോസ് ആണ് ഇവിടെ എഴുതുക. ഓക്കെ, അപ്പോൾ ഷെയർ ഓഫ് ലോസ് ജേണൽ എന്താണ്? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വെച്ചിട്ട് പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് നമുക്ക് എന്ത് ചെയ്യുക? ഷെയർ ഓഫ് ലോസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ 10 ജേണൽ എൻട്രി ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ക്യാപിറ്റൽ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുള്ള ഒരു ജേണൽ എൻട്രിയാണ് ഇവിടെ. ഈ 10 ജേണൽ എൻട്രി എന്താണ്? ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡിലെ ക്യാപിറ്റൽ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജേണൽ എൻട്രിയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ജേണൽ എൻട്രി ഒക്കെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ക്ലാസ്സിന് താഴെ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാസ്സുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. കൂടുതൽ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യും. നമ്മൾ കൂടുതൽ ക്ലാസ്സുകൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി വരും ദിവസങ്ങളിൽ എന്താണ് +2 അക്കൗണ്ടൻസി, ബിസിനസ്, അതുപോലെ ഉള്ള +2ൻ്റെയും +1ൻ്റെയും ഒക്കെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കോമേഴ്സ് ബന്ധപ്പെട്ടുള്ള ഒരുപാട് ക്ലാസ്സുകൾ ഇനി ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു. കീപ്പ് വാച്ചിങ്.